ബാക്ക് ടു മൈ ചാനൽ ഷഹനാസ് ഹെൽത്തി വേൾഡ്. നല്ല മഴയൊക്കെയാണ് അല്ലെ, എല്ലാവരും മടി പിടിച്ച് വീടിന്റെ അകത്ത് ഇങ്ങനെ പതച്ചു മൂടി കിടക്കുകയായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല ആരോഗ്യവാന്മാരായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ജിമ്മിൽ പോകണം കേട്ടോ, വർക്കൗട്ട് ഒക്കെ ചെയ്യണം. മഴയാണെന്ന് വിചാരിച്ചിട്ട് രാവിലത്തെ മോർണിംഗ് വർക്കൗട്ട് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം. പിന്നെ ഞാൻ ഒരു ഇൻസിഡന്റ് ഇന്നുണ്ടായി. എന്താന്ന് വെച്ചാല്, ഞാൻ സാധാരണ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കുറച്ച് എനിക്ക് ക്ഷീണം തോന്നുന്ന സമയത്തൊക്കെ ചോക്ലേറ്റ് കഴിക്കാറുണ്ട്. അപ്പൊ ഞാനിന്ന് ഇങ്ങനെ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഒരു ആന്റി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ നോക്കിയിട്ട് പോയിട്ടോ. അപ്പൊ നോക്കിയിട്ട് പോയപ്പോ ഞാൻ എങ്ങനെ ചിരിച്ച് ഞാൻ കാണിച്ചു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പം ആന്റി ഇങ്ങനെ വേറെ ആരോട് പോയി പറയുന്നുണ്ട്, ട്രെയിനേഴ്സിന് എന്തോ ആവാല്ലേ, അവര് കണ്ടില്ലേ ചോക്ലേറ്റ് ഒക്കെ കഴിക്കുന്നത്, നമ്മളോട് പറയും ഡയറ്റിന്റെ സമയത്ത് ചോക്ലേറ്റ് എടുക്കാൻ പാടില്ല, ചോക്ലേറ്റ് ഒക്കെ കട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നു. അപ്പൊ ഞാനിത് കേട്ടു കഴിഞ്ഞപ്പോ ഞാൻ ആന്റിനോട് പറഞ്ഞു, ആന്റിനോട് ആരാ പറഞ്ഞത് ആന്റി ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ലെന്ന്, ആന്റിക്ക് കഴിക്കണോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അയ്യോ ഞാൻ എങ്ങനെയെങ്കിലും വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളാണ്, ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ കലോറി കൂടുതലല്ലേ, അപ്പൊ എനിക്ക് വീണ്ടും ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യല്ലേ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആന്റിക്ക് കഴിക്കണമെങ്കിൽ ആന്റിന്റെ ഡയറ്റ് പ്ലാനിൽ, ആന്റിന്റെ ഫുഡ് ചാർട്ടിൽ ഈ ഒരു ചോക്ലേറ്റും കൂടി ആന്റി ആഡ് ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. ആന്റി ആകെ വണ്ടറടിച്ചു പോയി. അപ്പൊ എന്നോട് പറഞ്ഞു, മോളെ ഞാന് കുറെ കാലമായി ജിമ്മിൽ വരാൻ തുടങ്ങിയിട്ട്, പക്ഷെ എന്നോട് ഫസ്റ്റ് അവര് പറയുന്നത് വെച്ചാൽ സ്വീറ്റ് ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിൽ എനിക്ക് ഇഷ്ടമാണ് ചോക്ലേറ്റ് കഴിക്കാനായിട്ട്, പ്രത്യേകിച്ച് ഡാർക്ക് ചോക്ലേറ്റ്. പക്ഷെ കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വളരെയധികം എനിക്ക് സങ്കടമായി പോയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാവരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ആണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് പലരും ഈ ഒരു സാധനം നിങ്ങളുടെ ഡെയിലി ഹാബിറ്റ് എന്ന് തന്നെ പറയാം, അതൊന്ന് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ, എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങൾ ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് എൻ്റെ വെയിറ്റ് ലോസ് ജേണിയിൽ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് ഒട്ടും എന്താ പറയാ, ഒഴിവാക്കാൻ പറ്റാത്ത ഒരുപടി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ഞാൻ പറഞ്ഞതുപോലെ കോഫി അഡിക്ഷൻ എന്ന് പറയുന്നത്. അത് ഒഴിവാക്കിയിട്ടില്ല. അതേപോലെ തന്നെ ബാക്കി എല്ലാ സ്വീറ്റ് ഐറ്റംസും ഞാൻ ഒഴിവാക്കിട്ടോ. ഞാൻ കേക്ക് ഒഴിവാക്കി, ഐസ്ക്രീം ഒഴിവാക്കി, പിന്നെ ഈ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഞാൻ ഒഴിവാക്കി. പക്ഷെ ഡാർക്ക് ചോക്ലേറ്റ് ഒന്നും എന്നെ കൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അത് ഞാൻ ഒഴിവാക്കാത്തതും കൊണ്ട് എനിക്ക് പിന്നെ മുന്നോട്ടേക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ, കോഫിയിൽ ഉണ്ടായ പോലെ തന്നെ. അപ്പൊ എന്താന്ന് വെച്ചാല്, ഞാന് സാധാരണയായിട്ട് ഈ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തു തുടങ്ങിയത് എൻ്റെ വർക്കൗട്ടിന്റെ സമയത്തല്ല, അതിന് തൊട്ട് മുന്നേ തന്നെ ഈ കുറച്ച് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ആ സമയം തൊട്ടിട്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ക്രേവിങ്സ് കാണിച്ചുകൊണ്ടിരുന്നത് എനിക്ക് എന്തെങ്കിലും ചോക്ലേറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൽ തന്നെ ഞാൻ ആദ്യം ഞാൻ വൈറ്റ് ചോക്ലേറ്റ് കഴിക്കാറില്ല. ഓൾമോസ്റ്റ് ഞാൻ ഈ ഡാർക്ക് ചോക്ലേറ്റ് തെരഞ്ഞു പോകുന്ന ഒരാളായിരുന്നു. എന്തോ കൊക്കോന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ കഴിച്ചു തുടങ്ങിയപ്പം എനിക്ക് നല്ല വ്യത്യാസങ്ങളൊക്കെ കണ്ടു തുടങ്ങി. എന്റെ സ്ട്രെസ് കുറെ റിലീഫ് ആവാൻ തുടങ്ങി. കുറെ ബുദ്ധിമുട്ടുകൾ എനിക്ക് അങ്ങനെ മാറി കിട്ടി. പിന്നെ എന്റെ വെയിറ്റ് ലോസ് ജേണിയിൽ എനിക്ക് വർക്കൗട്ട് ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കുറെ ഫുഡ് കാര്യങ്ങളൊക്കെ ഞാൻ കട്ടാക്കി ഇരിക്കുന്ന സമയത്ത് എനിക്ക് നല്ലൊരു എനർജി കിട്ടുന്ന പോലെ ഫീൽ ആയി ഈ ഒരു സ്ക്വയർ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ. അപ്പൊ പിന്നെ അത് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഞാനത് മുന്നോട്ടേക്ക് ഫോളോ ചെയ്തതാണ്. പിന്നെ എനിക്കത് മനസ്സിലായി, എന്താ വെച്ചാൽ ഡാർക്ക് ചോക്ലേറ്റിനും നല്ല കുറെ കാര്യങ്ങൾ നമ്മുടെ ബോഡിയിലേക്ക് തരാനുണ്ട് എന്നുള്ളത്. അപ്പൊ എന്തൊക്കെയാണെന്നറിയോ, നമ്മൾ ഡെയിലി ഇല്ലേ ഒരു 30 to 60 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവുന്ന അറിയാം നിങ്ങൾക്ക്. നമ്മുടെ വെയിറ്റ് ലോസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും, നമ്മുടെ മെറ്റാബോളിസം ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഡാർക്ക് ചോക്ലേറ്റിലെ ഫ്ലവനോയിഡ് അടങ്ങിയിട്ടുണ്ട്. ഈ ഫ്ലവനോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റി ആസിഡ്സിനെ ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു പെർസെൻറ്റേജ് ഫാറ്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്ലവനോയിഡ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞത് ഇതിൽ ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ഈ ആന്റി ഓക്സിഡന്റും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന കൊഴുപ്പില്ലേ, ഫാറ്റ് ഇല്ലേ, അതിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ നമുക്ക് എപ്പോഴും നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യുക എങ്ങനെയാ, എല്ലാ ടൈമും വിശക്കുന്നുണ്ട് എന്നുള്ള ഒരു സാധനം നമ്മുടെ തലച്ചോറിലേക്ക് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അല്ലെ, വിശക്കുന്നുണ്ട് ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. അതേപോലെ എന്തെങ്കിലും ഫുഡ് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നല്ല ക്രേവിങ്സ് കയറുകയും ചെയ്യും. അപ്പൊ ഇത് നമ്മുടെ തലച്ചോറിലേക്ക് എത്തിക്കുന്ന ഒരു ഹോർമോൺ എന്ന് പറയുന്നത് ഗ്രലിൻ ആണ്. ഇതിന്റെ അളവ് കുറച്ചിട്ട് നമ്മൾക്ക് ക്രേവിങ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഡാർക്ക് ചോക്ലേറ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്.
ഞാൻ കൂടുതലായിട്ടും ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്ന ടൈം എന്ന് പറയുന്നത് മോർണിംഗും ഈവനിങ്ങും ആണ്. കാരണം ആ 2 ടൈമിൽ വർക്കൗട്ട് ടൈമാണ്. അപ്പൊ ആ 2 ടൈമിലും വർക്കൗട്ടിന് മുന്നേ ഞാൻ ഒരു സ്ക്വയർ ആണ് കേട്ടോ, അല്ലാണ്ട് ഇത്രയൊന്നും ഇല്ല. അതായത് ഡെയിലി 30 to 60 ഗ്രാം, ഇതിന്റെ ഇടയിലുള്ള ഗ്രാംസ് മാത്രമാണ് ഞാൻ ഡെയിലി എടുക്കാറുള്ളത്. അപ്പം ഒരു സ്ക്വയർ ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് എന്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈവനിങ്ങും അതേപോലെ തന്നെ വർക്കൗട്ട് ഉണ്ടെങ്കിൽ ചെറിയൊരു പീസ് സ്ക്വയർ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കും. പിന്നെ നല്ല രീതിക്ക് നമുക്ക് ഉറക്കം തരും. അതെങ്ങനെയാന്ന് വെച്ചാല്, നിങ്ങൾ രാത്രി കിടക്കാൻ പോകുന്ന സമയത്തില്ലേ, ഒരു ഗ്ലാസ് പാലില് ഒരു ചെറിയ കഷ്ണം ഡാർക്ക് ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെറാട്ടോണിന്റെ അളവൊക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ലീപ്പിങ്ങിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും, അതേപോലെ തന്നെ നമുക്ക് ഈ വർക്കൗട്ട് ചെയ്യുമ്പോഴേക്ക് നമുക്ക് നല്ല മസിൽ പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റ് സഹായിക്കുന്നുണ്ട്. കാരണം ഇതിൽ നല്ല അളവില് ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് മാത്രല്ല, നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നമുക്ക് സൺബേൺ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതായത് സണ്ണിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റിനെ സഹായിക്കുന്നുണ്ട്. ഇനി ഏത് ഡാർക്ക് ചോക്ലേറ്റ് ആണെന്നറിയോ? നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ കുറെ കാര്യങ്ങൾ ഓടിയെത്തുന്നുണ്ട്. ഡയറി മിൽക്ക്, സിൽക്ക്, ബബിൾസ്, പിന്നെ അതുപോലെ തന്നെ മിൽക്കി ബാർ, ഇങ്ങനത്തെ കുറെ കാറ്റഗറിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കിറ്റ്കാറ്റ്, ഗാലക്സി, ഇതൊന്നും അല്ല. ഇപ്പൊ ചെറിയൊരു വിഷമം വന്നില്ലേ, അയ്യോ ഇത്ര നേരം ഞങ്ങളത് പ്രതീക്ഷിച്ചിരുന്നിരുന്നു, ഈ ഗാലക്സി ഒക്കെ ഇനി കഴിക്കാലോ, പിന്നെ ഡയറി മിൽക്ക്, സിൽക്ക് കഴിക്കാലോ. ഇതല്ല കേട്ടോ. നമ്മൾ എപ്പോഴും ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ 70% ഉള്ള കൊക്കോ അടങ്ങിയിട്ടുള്ള, അതായത് 70% ഓർ മോർ കൊക്കോ അടങ്ങിയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അത് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ബെനിഫിറ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്തിട്ട് 70% മോർ എബോ കൊക്കോ അടങ്ങിയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് മാത്രം നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുക. ആ ഒരു ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചാലേ ഞാൻ ഈ പറഞ്ഞ ബെനിഫിറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ ഡാർക്ക് ചോക്ലേറ്റും കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എന്റെ ഒരു ജേണിയിൽ, അല്ലെങ്കിൽ എന്റെ ഒരു ഡെയിലി ഹാബിറ്റിൽ ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നതും കൊണ്ട്. പിന്നെ അതേപോലെ നമുക്ക് പീരീഡ്സിന്റെ ടൈമിലൊക്കെ കൂടുതലായിട്ട് മൂഡ് സ്വിങ്സ് വരും. അപ്പൊ നമുക്ക് നല്ല ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർക്ക് ചോക്ലേറ്റിന് പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ നല്ലോണം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടികൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ മസിൽ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്റെ വീട്ടിൽ എന്റെ മോൾക്കൊക്കെ മേടിച്ചു കൊടുക്കുന്ന ഒരു സാധനമാണ് ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും എന്റെ വീട്ടിലൊക്കെ എല്ലാവരും എന്നെ ചീത്ത പറയും, എന്തിനാ എങ്ങനെ ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഡാർക്ക് ചോക്ലേറ്റ് നല്ലതാണ്, 70% ഉള്ള ഡാർക്ക് ചോക്ലേറ്റ് നല്ലതാണ്. അതേപോലെ നമ്മളൊരു ആഴ്ചയിലൊക്കെ ഒരു 40 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ബ്ലഡ് പ്രഷർ ലെവൽ കുറയും. എന്നിട്ട് നമ്മുടെ ഇൻസുലിൻ ലെവലില്ലേ അത് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് കുറെ ഹാർട്ട് ഡിസീസ് എന്നൊക്കെ നമ്മുടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് നല്ലതാ. അതായത് ഞാനൊക്കെ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് എക്സാമിന്റെ ഒക്കെ തൊട്ട് മുൻപ്, അതായത് എക്സാം ഹോളിലേക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് ഒരു പീസ് ചോക്ലേറ്റ് കഴിച്ചിട്ടാണ് കയറാം. കാരണം എനിക്ക് നല്ല രീതിയിൽ ബ്രെയിൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. നല്ല അറ്റ്മോസ്ഫിയറിൽ നല്ല മൂഡിൽ എനിക്ക് എക്സാം എഴുതാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പൊ ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അത് കുട്ടികൾക്ക് കൊടുക്കുന്നതും കൊണ്ട് നല്ലതാണ്, മുതിർന്നവർക്ക് കൊടുക്കുന്നതും കൊണ്ട് നല്ലതാണ്. ഈ ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ഇൻസുലിൻ ലെവൽ ഒന്നും കൂടാൻ പോകുന്നില്ല. നിങ്ങളുടെ ഇൻസുലിൻ ലെവൽ സ്റ്റെബിലൈസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ലെവൽ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഫാറ്റി ആസിഡിന്റെ അളവ് കുറയ്ക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് നല്ല കാര്യങ്ങളും കൂടി ഈ ഡാർക്ക് ചോക്ലേറ്റിനുണ്ട്. പക്ഷെ മാർക്കറ്റിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, 70% മോർ കൊക്കോ ഉള്ള ഡാർക്ക് ചോക്ലേറ്റ് വേണം നിങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിങ്ങൾ ഇത് കഴിക്കുന്നതിനും ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്ക് ഇത് കഴിച്ചാൽ ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക, 30 to 60 ഗ്രാം പെർ ഡേ. അങ്ങനെ മാത്രം നിങ്ങൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുക. അപ്പൊ എല്ലാവരും ഹാപ്പി ആയില്ലേ? ഡാർക്ക് ചോക്ലേറ്റ് എങ്കിലും നിങ്ങൾക്ക് കഴിക്കാലോ അല്ലെ? ചോക്ലേറ്റ് മുഴുവനും കട്ട് ചെയ്തിട്ടുള്ള ഡയറ്റ് പ്ലാനോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകണ്ട കേട്ടോ. പിന്നെ നമ്മുടെ ബോഡി ഇല്ലേ ഹീറ്റ് ആക്കി വെക്കാനൊക്കെ ഡാർക്ക് ചോക്ലേറ്റ് സഹായിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ത്രൂ ഔട്ട് ദ ബോഡി, അതായത് എല്ലാ ബോഡി പാർട്ടിലേക്കും നല്ല രീതിക്ക് ബ്ലഡ് ഫ്ലോ എത്തിക്കിട്ടാനും നമുക്ക് സഹായിക്കുന്നുണ്ട്. അത് കാരണമാണ് കേട്ടോ ഈ ട്രക്കിങ് കാര്യങ്ങളൊക്കെ പോകുന്നവരുണ്ടല്ലോ, ഹിമാലയത്തിലൊക്കെ പോകുന്നവർ ബാഗ് നോക്കിയാൽ കാണാം, അവർക്കൊക്കെ കൂടുതലായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് അവർ കൊണ്ടുപോവുക. കാരണം നമ്മുടെ അപ്പറ്റൈറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്.
ക്രേവിങ്സ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. നമ്മൾ ഇത് കഴിക്കുമ്പോഴേ നമ്മുടെ വയറെപ്പോഴും ഇങ്ങനെ ഫില്ലായി നിൽക്കുന്ന പോലെ ഒരു ഫീല് നമുക്ക് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഒരു സംതൃപ്തി എന്നറിയില്ല, സാറ്റിസ്ഫാക്ഷൻ എന്നറിയില്ല, ആ ഒരു സാധനം നമുക്ക് ക്രിയേറ്റ് ചെയ്യും. പിന്നെ നമുക്ക് വേറെ ഫുഡിനോടൊന്നും അധികം ക്രേവിങ്സ് ഒന്നും തോന്നില്ല. വേറെ സ്വീറ്റ് ഐറ്റംസ്, അതായത് വേറെ ഏതെങ്കിലും സ്വീറ്റ് ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ആ ഒരു ക്രേവിങ്സ് ഒക്കെ നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പം ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നതിലൂടെ ഇത്തരത്തിൽ ഒരുപാട് ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ ഞാൻ നിങ്ങളെ കൊണ്ട് ഇപ്പൊ പണ്ടത്തെ ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? പണ്ടത്തെ ഡയറ്റ് പ്ലാനിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാ ചോക്ലേറ്റും എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്യും. അതേപോലെ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചാണ്, പണ്ടൊക്കെ നമുക്കൊരു ഡയറ്റ് പ്ലാൻ തരുമ്പോഴേ ചിക്കൻ കഴിക്കാൻ പാടില്ല, എഗ്ഗ് കഴിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ വെയിറ്റ് ഗെയിൻ ആവുന്നത് ചിക്കൻ കഴിച്ചിട്ടാണ്, എഗ്ഗ് കഴിച്ചിട്ടാണെന്നൊക്കെ നമുക്ക് ആദ്യം ഒരു തോന്നലുണ്ടാവും. നമ്മൾ അതൊക്കെ നമ്മുടെ ഡയറ്റ് പ്ലാനിൽ നിന്ന് കട്ട് ചെയ്യും. അതേപോലെ നമ്മുടെ ഡയറ്റ് പ്ലാനിൽ നിന്ന് കട്ട് ചെയ്ത ഒരു സാധനമാണ് ഈ ചോക്ലേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉള്ള പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചിക്കൻ കഴിച്ചിട്ടും ഈ എഗ്ഗ് കഴിച്ചിട്ടൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ഫുഡിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനത്തെ കുറേ തെറ്റിദ്ധാരണകളുണ്ട്. നമ്മൾ കുറെ കാര്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ഗെയിൻ ആണോ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയായിരുന്നു ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കൂടുന്നുള്ളത്. അപ്പം ചോക്ലേറ്റ് അല്ല കേട്ടോ, ഡാർക്ക് ചോക്ലേറ്റ്, പ്രത്യേകിച്ച് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയാണ്, ഡാർക്ക് ചോക്ലേറ്റ് ഇത് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വെയിറ്റ് മാനേജ്മെന്റ് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പൊ ഹാപ്പി ആയില്ലേ? ഇനി ധൈര്യമായിട്ട് പോയിട്ട് നിങ്ങളൊരു 70% ഉള്ള കൊക്കോയുള്ള ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിക്കോളൂ, നിങ്ങൾ കഴിച്ചോളൂ, ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. അപ്പം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഇനിയും ഞാൻ വരും നിങ്ങൾക്ക് ഇതേപോലെ ഒരുപാട് ഹാപ്പി ന്യൂസ് ആയിട്ട്, നല്ല നല്ല വീഡിയോസ് ആയിട്ട്. വീണ്ടും കാണാം. ബൈ.